So, in the last session, we have discussed about what is foreign trade, what are the linkages in international trade, what is the need and importance of foreign trade, and finally, we concluded with the theories of international trade. These are the important theories of international trade. ഇത്രയും കാര്യമാണ് last session we have discussed. So, as discussed in the last class, hope I am audible and visible to you all. As discussed in the last class, these are the important theories, that is mercantilism, theory of absolute cost advantage, comparative cost advantage theory, relative factor endowment theory or HO theory, country similarity theory, product life cycle theory, global strategic rivalry theory, and finally Porter's national competitive advantage theory. Even though there are theories, ഇനി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തിയറീസ് ഉണ്ടാവും. വേറെ ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ യു മേ ഗെറ്റ് വേറെ മെറ്റീരിയൽസ് റെഫർ ചെയ്യുമ്പോൾ. ബട്ട് ടുഡേ ഇൻ ദിസ് സെഷൻ ഐ ആം ഗോയിങ് ടു കവർ അപ് ടു ദി country similarity theory, where first 5 theories ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദി സെക്കൻഡ്, തേർഡ് ആൻഡ് ദി ഫോർത്ത് വൺ, ദാറ്റ് ഇസ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, comparative cost advantage, relative factor endowment theory or HO theory. Even essay, ഈ രണ്ട് തിയറീസിന്റെ കമ്പാരിസൺ എസ്സേക്ക് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 15 മാർക്സിന് തിയറി മാത്രം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാൻ കരിക്കുലത്തിന്റെ ഭാഗമാവുന്ന എല്ലാ സ്ഥലത്തും ആ തിയറീസ് മാത്രം എസ്സേക്ക് വന്നിട്ടുണ്ട്, രണ്ട് തിയറി മാത്രമായിട്ട്. എസ്പെഷ്യലി ദ സെക്കൻഡ് ആൻഡ് ദി തേർഡ് വൺ, അതിന്റെ കമ്പാരിസൺ ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ. So, if we classify the theories of international trade, നമ്മളിപ്പോൾ കണ്ട തിയറീസിനെ if we make a classification, we can classify them into two, that is country based theory and firm based theories. This country based theories എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is emerged before World War II and it is being developed by the economist. അവിടെ കൂടുതലായിട്ടും പറയപ്പെടുന്ന ഇന്റർ ഇൻഡസ്ട്രി ട്രേഡുകളെ കുറിച്ചാണ്. ഓക്കെ. ആൻഡ് കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇറ്റ് സ്പെസിഫൈ ഫോക്കസസ് ഓൺ ദി കൺട്രി ലെവൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യപ്പെടുന്നത്. ഈച്ച് എക്കോണമി ഓർ ദ കൺട്രി ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. മെർക്കൻഡൈലിസം, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, then comparative advantage theory, relative factor endowment theory. ഇത്രയും country based theories ആണ്. Whereas if we classify the remaining theories, ആ തിയറീസിനെ നമ്മൾ ഫേം ബേസ്ഡ് തിയറീസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നമ്മൾ ഒരു ഫേം എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെയാണ്, അല്ലെങ്കിൽ വേൾഡ് വാർ II ശേഷം എസ്പെഷ്യലി മാനേജ്മെന്റ് ഫീൽഡിൽ അല്ലെങ്കിൽ ബിസിനസ് സ്കൂൾ പ്രൊഫസേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന തിയറീസ് ആണ്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡുകൾ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിലും 4 തിയറിയാണ്, ദാറ്റ് ഇസ് കൺട്രി സിമിലാരിറ്റി തിയറി, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, global strategic rivalry theory, and Porter's national competitive advantage. Before that, 1 minute. Mercantilism. What is mercantilism? അതാണ് first theory is mercantilism. Mercantilism is the oldest international trade theory that formed the foundation of the economy. That is within the period of 1500 to 1800. ആ ഒരു കാലഘട്ടങ്ങളിൽ അത്രത്തോളം ഓൾഡ് ആണ് ഈ തിയറി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈമറി കാര്യം എന്ന് പറയുന്നത്, ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ട്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ അതുപോലുള്ള മെറ്റീരിയൽസ്, വാല്യുബിൾ ആയിട്ടുള്ള
ട്രഷർ ആയിട്ട്, അതായത് നമ്മൾ കറൻസിക്കൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഗോൾഡ് റിസർവ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ മെർക്കന്റൈലിസം എന്ന് പറയുന്ന എക്കണോമിക് പോളിസി പറയപ്പെടുന്നത് നേഷന്റെ പവർ എന്ന് പറയുന്നത് ഇസ് ഈക്വലന്റ് ടു ഇറ്റ്സ് വെൽത്ത്. അതായത് ഏറ്റവും വെൽത്തി ആയ നേഷന് കൂടുതൽ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തിയറി, ഇന്റർനാഷണൽ ട്രേഡിലെ ഒരു തിയറിയാണ് മെർക്കന്റൈലിസം. സോ ഹിയർ വെൽത്ത് ഇസ് ഈക്വൽ ടു പവർ എന്നൊരു അസംഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ എല്ലാ ഇന്റർനാഷണൽ ട്രേഡ്, അത് ഏത് തിയറി എടുത്താലും വി ഫോക്കസ് മോർ ഓൺ എക്സ്പോർട്ട് ദാൻ ദി ഇമ്പോർട്ട്. എപ്പോഴും നമ്മൾ എന്ത് കൂടിയിരിക്കാനാണ് ശ്രമിക്കുക, എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. അതാണ് നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത്. But this theory specifies that the country should export more than the import. അപ്പോൾ എക്സ്പോർട്ട് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. അത് മാത്രമല്ല നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, വാട്ട് എവർ യു ആർ റിസീവിങ് ആസ് ട്രേഡ് സർപ്ലസ്, ഇവിടെ സർപ്ലസ് ആണല്ലോ, കാരണം എക്സ്പോർട്ട് കൂടുമ്പോൾ രാജ്യത്തിന് വരുമാനം കൂടുതലായിരിക്കും. So trade surplus, whatever you are receiving trade surplus, it should be in the form of gold. അത് കറൻസി സെറ്റിൽമെന്റ് അല്ല പറയുന്നത്, should be in the form of gold. Trade surplus in the form of gold. അപ്പോൾ ഒരു രാജ്യം ട്രേഡ് സർപ്ലസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദി അതർ നേഷൻ മേ ഫേസ് എ ട്രേഡ് ഡെഫിഷ്യൻസി. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് നേടിയെടുക്കും, അല്ലെങ്കിൽ വി കളക്ട് ഗോൾഡ് ആസ് ട്രേഡ് സർപ്ലസ്. അപ്പൊ കൂടുതലായിട്ടും എന്തിനാണ് എൻകറേജ്മെന്റ്സ് വന്നുകൊണ്ടിരുന്നത്, വി ട്രൈ ടു ഇൻക്രീസ് എക്സ്പോർട്ട് റാദർ ദാൻ ദി import. Government imposed various restrictions on the imports. Appo there were restrictions in the import. Restrictions undarunnu oru paadu. Restrictions in the import, so as to encourage more of export. ഒരു യൂറോപ്യൻ വ്യൂവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കന്റൈലിസം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഒരു മദർ നേഷൻ ഓർ ദി മദർ കൺട്രി, ഒരു രാജ്യം, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രിട്ടൻ ഓർ ബ്രിട്ടീഷ് പീപ്പിൾ വാട്ട് ദേ ഡസ്, അവരുടെ രാജ്യം അതാണ് ഈ പറയുന്ന ഈ ഗോൾഡും സിൽവറിന്റെയും നമ്മൾ ഈ കാണുന്ന ട്രഷർ. ഹൗ ദേ അറ്റൈൻ ദിസ് കോളനീസിൽ നിന്നും, അതായത് വേരിയസ് കോളനീസിൽ നിന്നും അവര് ഒരുപാട് റോ മെറ്റീരിയലും അതുപോലെ തന്നെ വാല്യുബിൾ ആയ പ്രഷ്യസ് മെറ്റൽസും കളക്ട് ചെയ്യുമായിരുന്നു. ആൻഡ് ദേ ഗിവ് ഇറ്റ് ഓർ ദേ കളക്ട് ഇറ്റ് ഇൻ ദി മദർ കൺട്രി. അപ്പോൾ വാട്ട് എവർ ഇസ് ഗെറ്റിംഗ്, ദാറ്റ് ഇസ് റോ മെറ്റീരിയൽ എല്ലാം കോളനീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ദി മദർ കൺട്രി ഓർ ദി മദർ നേഷൻ മാനുഫാക്ചേഴ്സ് ദ പ്രോഡക്ട്സ്. എന്നിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ തിരികെ കോളനീസിന് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് മെർക്കന്റൈലിസത്തിൽ വന്നത്. അപ്പൊ മെർക്കന്റൈലിസത്തിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറഞ്ഞിരിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് എന്ത് പോളിസി, മെർക്കന്റൈലിസം പോളിസി സപ്പോർട്ട് ചെയ്യും. And how the mercantilism works. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറയാമോ? അപ്പോ ഈ മെർക്കന്റൈലിസം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ തിയോറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹൗ ഡസ് ഇറ്റ് വർക്ക്സ്? സി, ഇപ്പോൾ 2 കോളനീസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം, കോളനി എ ആൻഡ് ബി. Colony A and B, as you see,
ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് റോ മെറ്റീരിയൽസ് അറ്റ് ലോ പ്രൈസ്. വളരെ കുറഞ്ഞ റേറ്റിൽ വി വിൽ ഇമ്പോർട്ട് ദ റോ മെറ്റീരിയൽ ടു ദി മദർ നേഷൻ. ആ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ച് വി വിൽ പ്രൊഡ്യൂസ് ദി പ്രോഡക്റ്റ് ആൻഡ് എക്സ്പോർട്ട് ഇറ്റ് ഹയർ റേറ്റ്. ഇത് 2 കോളനീസിലും നടക്കാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിറ്റ്വീൻ ദി എ ആൻഡ് ബി ട്രേഡ് ഇസ് റെസ്ട്രിക്റ്റഡ്. അതെന്തിനാണ്? ഇഫ് ദർ ഇസ് ട്രേഡ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദീസ് 2 കോളനീസ്, ഈ മദർ നേഷന് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല. Whatever be the trade surplus അല്ലെങ്കിൽ wealth accumulation, it happens in the form of gold, silver and other metal currencies. ഇങ്ങനെയാണ് മെർക്കന്റൈലിസം എന്ന് പറയുന്ന തിയറി പറയുന്നത്. So a nation is said to be more powerful when it is having more wealth. അപ്പൊ അങ്ങനെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ whatever be the trade surplus, we will collect it in the form of precious metals, that is gold, silver and metal currencies. ഇതാണ് മെർക്കന്റൈലിസം തിയറി പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ ട്രേഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേഷൻസ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ദേ ഡസ്, ദേ ഹാവ് ദെയർ ഓൺ സ്പെസിഫിക് പ്രോഡക്ട്സ്, ദേ എക്സ്പോർട്ട് ഇറ്റ് ടു യൂറോപ്പ്. And whatever be the material they are giving, they will collect it back as raw material. European trade with their colonies, as I said earlier, low price la raw materials transport ചെയ്തിട്ട് high price la manufactured goods ആയിട്ട് തിരികെ നൽകും. And that finished goods will have high price. പക്ഷെ കൊണ്ടുവന്ന raw material വാങ്ങപ്പെടുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് അക്വയർ ചെയ്തിരിക്കുന്നത് വളരെ ലോ പ്രൈസിലായിരിക്കും. അപ്പോൾ റിസോഴ്സസും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു റിസോഴ്സ് തെഫ്റ്റും കൂടിയാണ് ഈ ഒരു മെർക്കന്റൈലിസം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നത്. ഇതിലപ്പോ 2 or more കൺട്രീസ് ഉണ്ട്. അപ്പൊ 2-ൽ കൂടുതൽ കൺട്രീസ് തമ്മിൽ ചെയ്യുന്നുണ്ട്. എന്താണ്? But it happens, അതായത് between the colonies there won't be any trade. കോളനിയും മദർ കൺട്രിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു വലിയ രാജ്യവും തമ്മിലായിരിക്കും ട്രേഡ്. മോർ ദാൻ ഈ പറയുന്ന പോലെ ഒന്നോ അതിൽ കൂടുതൽ കോളനീസോ വരാം, നമ്മൾ അപ്പോഴേ കണ്ട പോലെ. ബട്ട് there won't be any more than one nation. ഇവിടത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ളതായിരിക്കും ഒരു ട്രാൻസാക്ഷൻ. അതുപോലെ ഇന്ത്യ ആൻഡ് യൂറോപ്പ് ആയിരിക്കും ഒരു ട്രാൻസാക്ഷൻ. വെൻ ദേ ഹാവ് പിക്ടോറിക്കലി റെപ്രസെന്റേറ്റഡ് ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നുള്ളൂ. ഓൾവേസ് ട്രേഡ് എന്ന് പറയുന്നത് 2 നേഷൻസിൽ ചുരുക്കിക്കൊണ്ട് അത്രത്തോളം നാരോ ഡൗൺ ആയിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് ഈ മെർക്കന്റൈലിസത്തിന്റെ പീരീഡിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ഈ തിയറിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, വാട്ട് എവർ ട്രേഡ് സർപ്ലസ് നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ടല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, വി ആർ മേക്കിംഗ് ഇറ്റ് ഓർ വി ആർ റിസർവിങ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ഗോൾഡ്. അത് തന്നെയായിരുന്നു ഈ തിയറിയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആഡം സ്മിത്ത് ഹാഡ് പുട്ട് ഫോർവേഡ് ദി particular limitation on the ground that wealth of a nation is based on its available goods and services rather than gold. അതായത് ഒരുപാട് ഗോൾഡ് ഉള്ളതിലൊന്നും അല്ല കാര്യം, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉള്ളതിലാണ് എന്ന് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു. അപ്പോ മെർക്കന്റൈലിസം പറയുന്നത് ഒന്നിലെ റോ മെറ്റീരിയലിന്റെ ഇമ്പോർട്ട്സിന് ടാക്സേ ഇല്ല. സി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ആ കൊണ്ടുപോകുന്നത് ലോ പ്രൈസിൽ, ആ കൊണ്ടുപോകുന്ന റോ മെറ്റീരിയലിന് ഐദർ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ഇറ്റ് ഇസ് അറ്റ് എ ലോവർ റേറ്റ്. ഗവൺമെന്റ് ഓൾവേസ് ഫോക്കസസ് ഓൺ ദി ഹോം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ കണ്ട മദർ നേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ദർ ഇസ് നോ എക്സ്പോർട്ട് ഓഫ് പ്രഷ്യസ് മെറ്റൽസ്, ആൻഡ് ആസ് വെൽ ആസ് ദർ ഇസ് ഹൈ ടാക്സ് ഓൺ the export of raw materials, and the colonies are never
given the freedom to trade with the other colonies or with the other nation. പിന്നെ ഈ കൊണ്ടുവരുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന് no taxes are imposed on those finished goods. And there is no use of foreign ship. അതുപോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. And whereas high tax on imports of finished products. When we are importing from other nation, അത് സ്വാഭാവികമായിട്ടും എക്സ്പോർട്ടിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വേറെ രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിരിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി വിൽ ബി കെപ്റ്റ് അറ്റ് എ ഹയർ റേറ്റ് ഓർ ദി ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി ഇമ്പോർട്ടഡ് ഗുഡ്സിന് കൂടുതലായിരിക്കും. So this is the overall picture of mercantilism. So moving on with the mercantilism issues, as I said earlier, the validity of the theory, this theory, mercantilism theory, ennu parayunnathu had been reduced due to the decay of gold standard. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, കാരണം ഓട്ടോമാറ്റിക്കലി ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് നേഷനിൽ നിന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ഡൊമസ്റ്റിക് നേഷൻ വി ആർ സപ്പോസ് ടു മേക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓൾസോ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോഴും അവിടെയും പ്രശ്നം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാൻഡേർഡ്, ദർ വാസ് എ സിസ്റ്റം ഓഫ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ദി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദാറ്റ് ഇസ് സെയിം ഹിയർ. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഗോൾഡ് ആണെന്ന് ഇവിടെ പറയുന്നു. ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ്സ് എല്ലാം ബിറ്റ്വീൻ ദി നേഷൻസ് ഉള്ള സെറ്റിൽമെന്റ്സ് എല്ലാം വിൽ ബി മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ഗോൾഡ്. അതായിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷെ അതിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഗോൾഡ് റിസർവ്സ് കൂടുതലുള്ള രാജ്യം അവര് അത് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. സോ ദർ ഫേസസ് എ സ്കാസിറ്റി ഓഫ് ഗോൾഡ്. സെറ്റിൽമെന്റിനൊന്നും നമ്മൾ ഗോൾഡ് കിട്ടാനില്ലാത്തൊരു സിറ്റുവേഷൻ. അതാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ തകർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കാരണം കൊണ്ട് മെർക്കന്റൈലിസം എന്ന് പറയുന്ന തിയറി ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പോ ഈ ഒരു തിയറിയിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ പവേഴ്സ് പോലുള്ള ബ്രിട്ടീഷ്, അവർക്ക് ഇന്ത്യ, ശ്രീലങ്ക അങ്ങനെയുള്ള കുറച്ച് കോളനീസുമായിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റി. ആസ് ഐ ഡിസ്കസ്ഡ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ്, ഇവിടെ നിന്ന് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി there was a situation called neo-mercantilism. മെർക്കന്റൈലിസം എന്ന് പറയുന്നതിന്റെ ഒരു നിയോളിത്തിക് ഏജ് എന്ന് നമ്മൾ പറയും. അതായത് കുറച്ചും കൂടി അതിന്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ. അതായത് ഈ നിയോ മെർക്കന്റൈലിസം പറയുന്നത് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് can be maintained in the form of import of gold for export of goods and services. That is, this particular neo-mercantilism proposes that the country should attempt to produce more than the demand. So, more than the demand we have to produce more than the demand in the domestic country. നമ്മുടെ home nation ഉള്ള ഡിമാൻഡിനേക്കാൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. For what purpose? In order to achieve a social objective like full employment. റിസോഴ്സസ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫുള്ളി എംപ്ലോയ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് we are supposed to produce more than our domestic demand. അപ്പൊ ഈവൻ ദോ നിയോ മെർക്കന്റൈലിസം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു എങ്കിൽ പോലും there also നമ്മൾ ആ മെർക്കന്റൈലിസത്തിൽ ഉണ്ടായിരുന്ന കോർ എലമെന്റ് ആയ ദ wealth should be accumulated in the form of gold എന്ന് പറയുന്നത് അത് ഈ നിയോ മെർക്കന്റൈലിസം സ്റ്റേജിലും അങ്ങനെ തന്നെ നിലനിന്നു. അതുകൊണ്ട് ഈ നിയോ മെർക്കന്റൈലിസം സിറ്റുവേഷനും ഒരു അധിക കാലം നിലനിന്നില്ല. ഈവൻ ദോ വി പ്രൊഡ്യൂസ് മോർ ദാൻ അവർ ഡൊമസ്റ്റിക് ഡിമാൻഡ്. കാരണം എന്തിനായിരിക്കും ഡൊമസ്റ്റിക് ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പൊ റിമൈനിങ് വരുന്നതിന് വി ക്യാൻ ഫോക്കസ് ഓൺ
എക്സ്പോർട്സ്. പക്ഷെ അങ്ങനെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും വന്നെങ്കിൽ പോലും അധികകാലം ഈ മെർക്കന്റൈലിസം മുന്നോട്ട് പോയില്ല. സോ ഡ്യൂ ടു ദി ലിമിറ്റേഷൻസ് ഓഫ് ദി നിയോ മെർക്കന്റൈലിസം ആസ് പുട്ട് ഫോർവേഡഡ് ബൈ ദി Adam Smith. Adam Smith developed the next theory. Again, Adam Smith, economist, he developed the next theory called the absolute cost advantage theory. The absolute cost advantage theory പറയുന്നത് different countries can get the advantage of international trade. അതായത് ഇന്റർനാഷണൽ ട്രേഡിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നേടിയെടുക്കാം. എങ്ങനെ? ഹൗ വി വിൽ reap the advantage of international trade by producing certain goods more efficiently than others. ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട്, more efficient than the other countries, if we are capable to produce certain goods, automatically that nation will have a cost advantage. അതാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. So Adam Smith's absolute cost advantage theory പറയുന്നത് export those goods and services for which country is more productive. ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൊണ്ടേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓർ വി ആർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റീവ് ആവുമെന്ന് തോന്നുന്ന ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, സർവീസസ് ആണെങ്കിൽ സർവീസസ്, അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് import those goods and services for which the other countries are more productive. അതായത് വേറെ ചില രാജ്യങ്ങള് they will be very much capable of producing certain goods or services, then import those goods or services from them. So countries should concentrate on the production of those goods which have an absolute advantage. അപ്പോൾ നമ്മൾ മെർക്കന്റൈലിസത്തിൽ നിന്ന് വരുമ്പോൾ ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ പ്രത്യേകത, മെർക്കന്റൈലിസത്തിൽ ഗോൾഡിന്റെ ഫോം അല്ലെങ്കിൽ വെൽത്തിന്റെ ബേസിസിലാണ് നേഷനെ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ. ആ ഒരു ഒരു ചേഞ്ച് ആണ് മെർക്കന്റൈലിസം തിയറിയിൽ നിന്നും വെൻ വി മൂവ് ഓൺ ടു ദി അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആ ഒരു സിറ്റുവേഷനിൽ വന്ന് Adam Smith had put forwarded this theory during the year 1776. And the basic principle or the underlying principle behind this theory is division of labor. Division of labor. That is, according to him, the application of principle of division of labor in the international scenario helps the countries to specialize in the production of those goods in which they have cost advantage over other countries. അതായത് ഡിവിഷൻ ഓഫ് ലേബർ പറയുന്നത് എന്താണ്? നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു ടാസ്ക് ഡിവൈഡ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ each person or each employee gains specialization in that activity. അപ്പോൾ അതുപോലെ തന്നെ every country should specialize in products or specialize in producing those products which it can produce at less cost than that of other countries, and exchange these products with the other products produced cheaply by other countries. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ബിറ്റ്വീൻ ദി ടു കൺട്രീസ് ടേക്സ് പ്ലേസ് വെൻ വൺ കൺട്രി പ്രൊഡ്യൂസസ് വൺ പ്രോഡക്റ്റ് അറ്റ് ലെസ് കോസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് അനദർ കൺട്രി ആൻഡ് ദി അതർ കൺട്രി ഹാസ് എ absolute cost advantage over the first country. The cost, you have to keep in mind the cost element as well as the element of specialization.
അപ്പൊ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബറിന് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വി വിൽ കൺസിഡർ ദി കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കോസ്റ്റ് എന്ന് പറയുന്നത് is based on the number of labor units used. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ 2 countries ഇൻവോൾവ് ഇൻ ദി ഇന്റർനാഷണൽ ട്രേഡ് ഇസ് ഫ്രാൻസ് ആൻഡ് ജർമ്മനി എന്ന് വിചാരിക്കുക. ആൻഡ് അസ്യൂമിങ് ദാറ്റ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആസ് യു നോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിനകത്ത് ലേബർ എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടെന്ന് വിചാരിക്കുക. അസംഷൻ ആണ്. അപ്പോ ഇവിടെ ആസ് യു സീ ഇൻ ദ പിക്ചർ 1 ton ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ 30 ലേബർ ഡേയ്സ്, ലേബറിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്, ഡേയ്സ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. 30 ഡേയ്സ് വേണം ഫ്രാൻസ്. എന്നാൽ ജർമ്മനി നീഡ്സ് ഇതേ കാര്യം they does it with 100 days. ഓക്കെ, അതായത് 1 ടൺ ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അതുപോലെ വീറ്റിന്റെ കേസ് എടുത്താലും 1 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫ്രാൻസ് റിക്വയർസ് 40 days ആൻഡ് ജർമ്മനി റിക്വയർസ് 20 days. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രാൻസ് ഏത് പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അവർ ഏറ്റവും ഡേയ്സ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റാ? ക്ലോത്ത് ആണ് അല്ലേ? അപ്പോൾ ആവറേജ് ഡേയ്സ് എടുക്കുന്നത് കുറവ്, 30 days എടുക്കുന്നത് ക്ലോത്തിലാണ്. അതുകൊണ്ട് ദേ ഹാവ്, ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ വിത്ത് ദ ഗിവൺ ഇൻഫർമേഷനിൽ നമുക്ക് മനസ്സിലാവും ഫ്രാൻസ് ഹാസ് എ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്. എന്നാൽ ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കുറവ് ഡേയ്സിൽ അവർക്ക് പറ്റുന്നത്? കമ്പയർഡ് ടു ഫ്രാൻസ്, ജർമ്മനിക്ക് വീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓഫ് ദി നേഷൻ നമ്മൾ നോക്കുന്നത്. എന്നാൽ രണ്ടിന്റെയും പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫ്രാൻസ് ഏറ്റവും കൂടുതൽ എന്തിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അവരുടെ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്തിലായിരിക്കും ബെറ്റർ? ക്ലോത്തിൽ ഉപയോഗിച്ചിട്ട് ഇഫ് ദർ ഇസ് എനിത്തിങ് റിമൈനിങ്, എന്തെങ്കിലും റിസോഴ്സസ് റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദ റിമൈനിങ് റിസോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. അപ്പോ ആസ് വെൽ ആസ് അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഫ്രാൻസിന് ക്ലോത്തിലും ജർമ്മനിക്ക് വീറ്റിലും കോൺസെൻട്രേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ absolute cost advantage theory has some certain assumptions. It is very important. ഹലോ മിസ്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ?
The assumptions of the theories. First assumption എന്ന് പറയുന്നത് trade happens only between two nations. Very important. ഈ assumptions വളരെ important ആണ് when you write the theory. അതിൽ ആദ്യത്തെ assumption എന്ന് വെച്ച് കഴിഞ്ഞാൽ trade happens between only or trade is between two countries. And second assumption എന്ന് പറയുന്നത് only two commodities are traded. With two countries, two commodities. And the third assumption, free trade exists between the nations or the countries. I'm using the short form between the countries. That is, ഇവിടെ ഫ്രീ ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there are no restrictions between the nations for international trade. അതാണ് ഈ ഫ്രീ ട്രേഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് എ സെഡ് ഫ്രം ദ ബിഗിനിങ്, നമ്മൾ അസ്യൂം ചെയ്യുന്ന പോലെ only element of cost is the labor. പിന്നീട് പറയുന്ന ഈ advantages or countries are getting this kind of advantages due to some reasons. അപ്പോൾ ഒന്നുകൂടെ പറയാം, trade happens between only two countries, only two commodities are traded, there is free trade between the nations, and the only element of cost of production is the labor. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തിയറിയിലെ അസംഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ അസംഷൻസ് തന്നെ ഒരു പരിധി വരെ എന്താണ്, ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു തിയറിയുടെ അസംഷനിൽ വരുന്ന സർട്ടൻ ലിമിറ്റേഷൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും it paved the way for the development of the next theory. So before moving on to the next theory, what are the absolute cost advantage or എന്താണ് ഈ advantage, cost advantages എന്നുള്ളത്? These cost advantages can either be due to natural advantage. നാച്ചുറൽ അഡ്വാൻറ്റേജ് ആവാം. എങ്ങനെയാണ് ഈ നാച്ചുറൽ അഡ്വാൻറ്റേജ്? സേ ഫോർ എക്സാമ്പിൾ, കൺട്രീസ് ഹാവ് നാച്ചുറൽ അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് സർട്ടൻ പ്രോഡക്ട്സ് ഡ്യൂ ടു ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ ക്ലൈമറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ കോക്കനട്ട്സ്, മാംഗോ, കോട്ടൺ, കാഷ്യൂനട്ട്, അങ്ങനത്തെ പ്രോഡക്ട്സും. ശ്രീലങ്ക ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോർ സ്യൂട്ടബിൾ ഫോർ ടീ, റബ്ബർ എക്സെട്ര. USA ക്ലൈമറ്റ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് വീറ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ അങ്ങനെ കൺട്രീസ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് നാച്ചുറൽ അഡ്വാൻറ്റേജസ്, ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രോഡക്ട്സ് അറ്റ് ലെസ്സർ കോസ്റ്റ് അല്ലെങ്കിൽ അറ്റ് എ ലോ കോസ്റ്റ്. അതായത് നേച്ചറായിട്ട് നാച്ചുറലി അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി
കോസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്ന വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ ആൻഡ് സ്വാഭാവികമായിട്ടും ഇറ്റ് ക്യാൻ ഓൾസോ ബി അക്വയർഡ് അഡ്വാൻറ്റേജസ്. അപ്പോൾ സ്കിൽഡ് ലേബറും അല്ലെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ അഡ്വാൻറ്റേജസ് ഒന്നും കൂടാതെ ത്രൂ ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജീസ് നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. സോ ത്രൂ ദി ടെക്നോളജി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. Say for example, Japan acquired the advantage in steel production through the import of both iron and coal. അയണും കോളും വേറെ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് they have acquired the advantage in steel production. So Japan acquired labor saving as well as material saving technology. ഇപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ദേ അക്വയർഡ് എബിലിറ്റീസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നമ്പർ ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്. നമ്മൾ അപ്പോഴേ തൊട്ട് മുന്നേ പറഞ്ഞ നാച്ചുറൽ അഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഈ അക്വയർഡ് അഡ്വാൻറ്റേജിലൂടെ സാധിച്ചു. അപ്പൊ ഈ നാച്ചുറൽ അഡ്വാൻറ്റേജും ഈ പറയുന്ന പോലെ അക്വയർഡ് അഡ്വാൻറ്റേജസും ഉണ്ടാവും. And all these advantages are gathered through the specialization of labor. Specialization. Specialization of labor. So what happens when there is specialization of labor? It increases the productivity. ഒരാള് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ ഇപ്പൊ സർജറീസ് അതനുസരിച്ച് ആ ഹോസ്പിറ്റലിൽ നമ്മൾ പറയുന്ന പോലെ സക്സസ് റേറ്റ്, സർജറിയുടെ സക്സസ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ദേ വിൽ ഗെറ്റ് മോർ പേഷ്യൻസ് എന്ന് പറയുന്ന പോലെ വെൻ എ പേഴ്സൺ ഓർ വെൻ എ ലേബർ ഈസ് ബിക്കമിങ് മോർ സ്പെഷ്യലൈസ്ഡ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി, അയാളുടെ ഔട്ട്കം കൂടുതലായിരിക്കും. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻസ് അറ്റ് എ less labor cost. അപ്പോൾ നാച്ചുറൽ അഡ്വാൻറ്റേജ് ആവാം, അക്വയർഡ് അഡ്വാൻറ്റേജ് ആവാം, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ ആവാം. And another thing or another reason for getting the absolute cost advantage may be economies of scale. What is this economies of scale? ആർക്കെങ്കിലും ചാറ്റിൽ മറുപടി പറയാം. എക്കോണമീസ് ഓഫ് സ്കെയിൽ. വാട്ട് ഇസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ? ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ദ ബെനിഫിറ്റ് വിച്ച് യു അക്വയർ ത്രൂ എങ്ങനെ കിട്ടുന്നതാ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, വെൻ യു ആർ പ്രൊഡ്യൂസിങ് മോർ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് കുറയും. അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ദി എക്കോണമീസ് ഓഫ് സ്കെയിൽ വുഡ് റെഡ്യൂസ് ദ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ ഓൺലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഇസ് ഇൻക്വയർഡ് ആസ് പെർ ദിസ് തിയറി എന്ന് പറയുന്നത് ഇസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ലേബർ ആണ്. അപ്പൊ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ഹിയർ ദ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. So these are the certain reasons for acquiring the absolute cost advantage over the other nations. There are എന്താണ് criticisms ഉണ്ട് ഈ തിയറീസിന്.
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിക്ക് മറ്റൊരു കൺട്രിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ കൃത്യമായി നമുക്കൊരു അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് പറയാൻ പറ്റില്ല. പിന്നെ ഈ ട്രേഡിൽ ഏർപ്പെടുന്നത് രണ്ട് രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു, ഓർ ദ ട്രേഡ് ഹാപ്പൻസ് ബിറ്റ്വീൻ ടു നേഷൻസ്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദി കൺട്രീസ് ഇൻവോൾവ് ഇൻ ദി ട്രേഡ് മേ വേരി ഇൻ സൈസ്. There are variety of resources. ഇപ്പൊ നാച്ചുറൽ അഡ്വാൻറ്റേജിലൂടെ ആയാലും അല്ലെങ്കിൽ അക്വേർഡ് അഡ്വാൻറ്റേജിലൂടെ ആയാലും റിസോഴ്സസിൽ ഒരു വ്യത്യാസം വരാം. And due to this, all this criticisms, this theory is also having certain deficiencies. And due to the deficiencies, ഈ തിയറിയുടെ പോരായ്മകൾ കാരണം it leads to the development of an important theory called comparative cost advantage theory. That is the third theory, comparative cost advantage theory, put forward by David Ricardo. So this theory, as I said, it was being introduced by David Ricardo. This theory states that a country should produce and export those products for which it is relatively more productive than that of the other countries. അപ്പൊ കഴിഞ്ഞതിൽ വെറും കോസ്റ്റിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ്, ഇവിടെ അത് മാത്രമല്ല, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് പൊസിഷൻ ഉണ്ടായിരിക്കണം. പക്ഷെ എന്നാൽ എല്ലാ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത്. That is, a country should give importance to the cost advantage, whereas it also should gain comparative cost advantage. So comparative advantage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the ability of a country to produce a particular goods or services at a lower opportunity cost as compared to the other nations. അതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. കോസ്റ്റിന് മാത്രമല്ല ഇമ്പോർട്ടൻസ്, വി ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ തിയറിയും നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ തന്നെ എന്തിനു മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? only considers the labor cost. And the next important assumption is all labors are homogeneous and they are having similarity. There is full employment of resources, and there is a fixed proportion of labor being used in the production of all commodities. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അബ്സല്യൂട്ട് കോസ്റ്റ് എന്ന്? ഇപ്പൊ മർക്കൻഡൈലിസത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ഓഫ് എ നേഷൻ ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വി കാൺ കണ്ടിന്യൂ ഫോർവേഡ്. സോ വി മൂവ്ഡ് ഓൺ ടു ദി അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. പക്ഷെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിന് എന്തായിരുന്നു പ്രശ്നം? കമ്പാരിറ്റീവ് കോസ്റ്റ് തന്നെയല്ലേ, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി തന്നെയല്ലേ അബ്സല്യൂട്ട് കോസ്റ്റ്? അല്ല. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് സിറ്റുവേഷനിൽ വെൻ വി ആർ ഹാവിങ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് മെനി പ്രോഡക്ട്സ്, നമ്മൾ എന്ത് ചെയ്യും? അതായത് ഒരേ സമയം നമുക്ക് വി ആർ ഹാവിങ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇൻ മെനി പ്രോഡക്ട്സ് ഒരേ സമയം തന്നെ. അപ്പോൾ what will we do? ആ സിറ്റുവേഷന് ആൻസർ ഇല്ല when we are taking the absolute cost advantage. അവിടെയാണ് എന്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്? ദിസ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഈസ് ഗെറ്റിംഗ് എ ഇമ്പോർട്ടൻസ്. Comparative cost advantage theory states that a country should produce and export those products for which it is relatively more product than that of the other countries. അതായത് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കരുതി എല്ലാ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യണം എന്നല്ല, റിലേറ്റീവ്ലി നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നത്, അതായത്
പ്രൊഡക്ടിവിറ്റി നോക്കണം, എന്നാൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കണം. ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ടിനെ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ തിയറി, നമ്മൾ കൂടുതലായിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുമായ പ്രോഡക്ട്സിനെ വി ക്യാൻ എക്സ്പോർട്ട്. Whereas we can import those goods for which the other nations are relatively more productive. For example, ഈ comparative cost advantage theory യിൽ ഇന്ത്യ എന്ന് പറയുന്നത് is more 3 times more productive than Japan ആണ് for pens. നമ്മൾ എഴുതുന്ന പെൻസിന്റെ പ്രൊഡക്ഷനിൽ ഇന്ത്യ 3 times പ്രൊഡക്റ്റീവ് ആണ് ജപ്പാനെ വെച്ച് നോക്കും. അപ്പോൾ അവിടെ ഒരു കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ 3 times എന്നുള്ള വെറും കോസ്റ്റ് അല്ല നോക്കിയേക്കുന്നത്, 3 times 3 മടങ്ങ് എന്നുള്ളത്. അപ്പൊ അവിടെ പൊസിഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാന് അതുപോലെ തന്നെ ജപ്പാൻ ഇസ് ഹാവിങ് Japan is 3 times more productive than India in producing audio tape recorders. എന്ന് വിചാരിക്കും, ഇതൊരു എക്സാമ്പിൾ ആണ്. 3 times Japan is more productive in audio tape recorders, whereas India is 3 times more productive in producing pens. ആ സിറ്റുവേഷനിൽ എക്സ്പേർട്സ് ആസ് പെർ ദിസ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ജപ്പാൻ എന്ത് ചെയ്താൽ മതി? ഓഡിയോ ടേപ്പ് റെക്കോർഡേഴ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ഇന്ത്യ പെന്ന് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇന്ത്യക്ക് പെന്ന് ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ അതുപോലെ ഓഡിയോ ടേപ്പ് റെക്കോർഡേഴ്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മതി. ഇതാണ് എന്തിൽ പറയുന്നത്? കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കഴിഞ്ഞ തിയറിയിൽ പറഞ്ഞ പോലെ ഉള്ളി കോസ്റ്റ് ഇൻവോൾവ് എന്ന് പറയുന്നത് ലേബർ ആണ്. അത് തന്നെയാണ് ഈ തിയറിയുടെ ഒരു ക്രിറ്റിസിസത്തിലും പറയുന്നത്. ലേബർ കോസ്റ്റ് അല്ലാത്ത കോസ്റ്റുകളെന്ന് നമ്മൾ പരിഗണിക്കുന്നു. പിന്നെ ഒരിക്കലും നമുക്കറിയാം മനുഷ്യരാണ് ഈ ലേബർ എന്ന് പറയുന്ന എലമെന്റ്. നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഹോമോജീനിയസ് ആണെന്നൊക്കെ എടുക്കും. ബട്ട് ആസ് വി നോ ദെയർ കൈൻഡ്സ്, ദെയർ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഡിഫറൻസ് ഉണ്ടാകും. ഇവിടെ എന്താണോ അസംഷനിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എല്ലാം ക്രിറ്റിസിസവും പറയുന്നുണ്ട്. നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഏതൊരു എക്കോണമി ആയാലും ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈസ് ഓൺലി ഇൻ തിയറി. ആക്ച്വലി നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. സോ അപ്പോൾ ഒരു കമ്പാരിസൺ നോക്കിയാൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജും. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആസ് വി ഡിസ്കസ്ഡ് നൗ, ദി തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മോസ്റ്റ്ലി ഡിസ്കസിങ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ദി കൺട്രീസ്. അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് വളരെ അറ്റ് എ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ദാൻ ദി അതർ നേഷൻസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് അതിന് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് അതിനെ ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഇൻ ടേംസ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കമ്പാരിസൺ പറഞ്ഞത്. ഇത് തമ്മിൽ റിലേഷൻ ഇല്ല, ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ നിന്നും വളരെ വേറിട്ട് അറ്റ് ദ ടോപ്പ് ആസ് സീ ഹിയർ ഒരു വേറിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. And about these theories, second and the third, അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഈ പറയുന്നത്.
ആഡം സ്മിത്ത് 1976 പുട്ട് ഫോർവേഡ് ചെയ്താണ്. ഡേവിഡ് റിക്കാർഡോ ആണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പുട്ട് ഫോർവേഡ് ചെയ്ത്. പിന്നെ ഇതിന്റെ അസംഷൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പറയുന്നത് മ്യൂച്വൽ ബെനിഫിറ്റ്സ് അല്ല, ഒരു കൺട്രി വൺ കൺട്രി ബെനിഫിറ്റ്സ് ഇൻ ടേംസ് ഓഫ് ദി അതർ ആണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ബെനിഫിറ്റ്സ് ഓർ ദി ബെനിഫിറ്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ബോത്ത് ദ നേഷൻസ്. കോസ്റ്റ് ഫാക്ടർ മാത്രമാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ കോസ്റ്റ് അല്ല നോക്കുന്ന, വി കൺസിഡർ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. റിസോഴ്സ് അലോക്കേഷൻ വളരെ റെലവെന്റ് അല്ല, ബിക്കോസ് വി ആർ നോട്ട് കൺസിഡറിംഗ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻ ദി അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. പക്ഷെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ വി ആർ കൺസിഡറിംഗ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും റിസോഴ്സ് അലോക്കേഷൻ വിൽ ബി മോർ എന്താണ് ഇഫക്റ്റ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നോക്കുവാണെങ്കിൽ ട്രേഡിന്റെ പാറ്റേൺ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിന്റെ ഡയറക്ഷൻ. Then there is no reciprocal trade happens actually as per the absolute cost advantage theory. Cost കുറവുള്ള നേഷൻ കൂടുതൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഒന്നും അവിടെ വരുന്നില്ല. പക്ഷെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ ജപ്പാൻ ഓഡിയോ ടേപ്പ് റെക്കോർഡേഴ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ വി വിൽ ഫോക്കസ് ഓൺ ദി പെൻസ്. എന്നിട്ട് വി വിൽ ഡു ദ ട്രേഡ്, international trade in a mutually beneficiable manner. Hope it is clear. ഇത് വരെ പറഞ്ഞ ഇതിന്റെ കമ്പാരിസൺ വരെ പറഞ്ഞ കാര്യങ്ങൾ hope it is clear to all. You can reply in the chat box. Moving to the next theory, that is Heckscher theory or Heckscher-Ohlin theory. Heckscher-Ohlin theory explains the existence of a country's comparative advantage by its factor endowments. അതായത് ഒരു രാജ്യത്തിന് എന്ത് ഫാക്ടർ ആണോ എൻഡോഡ് ആയിട്ടുള്ളത്, അതായത് ബ്ലെസ്ഡ് ആയിട്ടുള്ളത്, ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിന്റെ ബേസിസിൽ, അതിൽ നിന്നും കിട്ടുന്ന കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ ബേസിസിലായിരിക്കണം വി ഹാവ് ടു ക്യാരി ഔട്ട് ദി ട്രേഡ്. അതായത് കൂടുതൽ ഇൻപുട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പോഴേ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഇന്ത്യയിൽ കിട്ടുന്ന നമുക്ക് സർട്ടൻ കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ്, അതുപോലെ ഡ്യൂ ടു ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ശ്രീലങ്ക വി വിൽ ബി ബ്ലെസ്ഡ് വിത്ത് സർട്ടൻ കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പൊ അങ്ങനെ ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൂടുതലായിട്ടും എൻഡോഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള രാജ്യം, ദേ ഹാവ് ടു ഇന്റൻസീവ്ലി പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. അതാണ് ഹെച്ചോ തിയറി പറയുന്നത്. So based on two theorems, Heckscher-Ohlin theorem is based on two theorems. That is, a nation will export those products whose production requires the intensive use of the nation's abundant as well as, അതായത് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള
എന്നാൽ വളരെ ചീപ്പായിട്ടുള്ള ഏത് ഫാക്ടറാണോ അതിനെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യും. എന്നാൽ ദോസ് പ്രോഡക്ട്സ് നമുക്ക് സ്കാഴ്സ് ആയിട്ടേ റിസോഴ്സസ് ഉള്ളൂ എങ്കിൽ വി വിൽ ഇമ്പോർട്ട് ദാറ്റ് പ്രോഡക്റ്റ്. അതായത് ഒരുപാട് ലേബർ റിച്ച് ആയിട്ടുള്ള നേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഒരുപാട് മെഷീൻസും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യം ദേ വിൽ പ്രൊഡ്യൂസ് ദോസ് തിങ്സ്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യം ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കും, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യും. എന്നാൽ നമുക്ക് മെഷീൻസോ കാര്യങ്ങളോ ഇല്ല, ലേബേഴ്സ് ആണ് കൂടുതൽ. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിന്റെ ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സെയിം നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരുന്ന മൂന്നാമത്തെ തിയറി തന്നെയാണ് വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ഓൾസോ മാച്ച്ഡ് വിത്ത് ദി ഫാക്ടർ. നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു ഫാക്ടേഴ്സ് പ്രൊഡക്ഷനും കൂടി നമ്മളവിടെ പരിഗണിക്കും. ഇവിടുത്തെ റിസോഴ്സസ് ലേബറും വന്നു, ക്യാപിറ്റലും വന്നു. ഫാക്ടർ എൻഡോമെന്റ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, നാച്ചുറൽ റിസോഴ്സസ്, ക്ലൈമറ്റ്, ഇതിലേത് തന്നെ ആവാം. ഇപ്പോ HU തിയറി പറയുന്നത് ക്യാപിറ്റൽ അബണ്ടന്റ് ആയിട്ടുള്ള നേഷൻ ഷുഡ് എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് while the labor abundant country will export the labor intensive good. അപ്പൊ ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ഫാക്ടർ ആണോ എൻഡോഡ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് വി വിൽ ഡിസൈൻ ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ഉള്ളത് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രോഡക്റ്റിനെ നമ്മൾ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ റിച്ച് ആയിട്ടുള്ളത് എന്താണ്? ലേബർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഔട്ട്സോഴ്സിങ് ജോബ്സ് ചെയ്തു കൊടുക്കുന്നത് വേറെ രാജ്യത്ത്. സൗദി അറേബ്യ ഈസ് റിച്ച് ഇൻ ഓയിൽ റിസോഴ്സസ്. അപ്പൊ അവര് കൂടുതലും ഓയിലാണ് അവരെന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത്. USA ഈസ് റിച്ച് ഇൻ ക്യാപിറ്റൽ റിസോഴ്സസ്. അങ്ങനെ ഓരോ രാജ്യത്തിനും ദേ ഹാവ് സം എൻഡോമെന്റ്സ്. നമ്മൾ അപ്പോഴേ കണ്ട എൻഡോമെന്റ്സ് ഉണ്ടാവും. The assumptions are here also there are two nations, two commodities. കുറച്ചും കൂടി തിയറി എലാബറേറ്റ് ആയി നിങ്ങൾ ഓരോ തിയറീസും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസം. Here factors are also considered. ഇവിടുത്തെ assumption both the nations use the same technology in production. For example, commodity X എന്ന് പറയുന്ന മേ ബി ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും and Y may be capital intensive. And ഈ relative factor endowment theory prakaram we used to have a relationship between the factors of production.
certain relationship we try to establish in the case of the factors are, first one is land labor relationship. Land labor relationship. What is this land labor relationship? Area of land കുറവ് compared to the people. Land labor relationship എന്ന് വെച്ച് കഴിഞ്ഞാൽ area of land is less in relationship with the labor. ഇപ്പൊ ഇന്ത്യയുടെ സിറ്റുവേഷൻ എടുത്താൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? We used to go for multi-storied building. ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ ഫാക്ടറീസ് ആയാലും ബാക്കി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാൻഡ് ലേബർ റിലേഷൻഷിപ്പ്. ഇനി ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉള്ളത് ലേബർ ക്യാപിറ്റൽ റിലേഷൻഷിപ്പ്. Labor capital relationship. What does this labor capital relationship says? Labor is abundant. ഒരുപാട് ലേബർ ഉണ്ടായിരിക്കും ഇന്ത്യയുടെ സിറ്റുവേഷൻ. Labor is available in plenty. But capital, ലേബറിനെ വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ അത്ര ഉണ്ടാകുന്നു. അപ്പോൾ വാട്ട് വി ഡസ്, നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യും. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യും. ദാൻ ദി പ്രോഡക്ട്സ് റിക്വയറിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ലേബർ കമ്പയർഡ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിന് വെച്ച് നോക്കുമ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ലാൻഡ് ലേബർ നമ്മൾ പറഞ്ഞു, ലേബർ ക്യാപിറ്റൽ. ദർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു യൂസേജ് ആണ് ലിയോൺടിഫ് പാരഡോക്സ്. What does this Leontief paradox says? This is a surprising thing. Rather, when we look upon the labor capital relationship, international trade illulla labor capital relationship നോക്കുമ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ലിയോൺടിഫ് പാരഡോക്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. This was being observed by Vasily Leontief. അതുകൊണ്ടാണ് ഇതിനെ ലിയോൺടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. യുഎസിലുള്ള എക്സ്പോർട്സ് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. US exports. US exports are labor intensive compared with their exports. നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് USA ഈസ് എ നേഷൻ വിച്ച് ഇസ് ഹാവിംഗ് അബണ്ടന്റ് ക്യാപിറ്റൽ. ലേബറിനെ വെച്ച് നോക്കുമ്പോൾ അബണ്ടന്റ് ക്യാപിറ്റൽ ആണ്. ബട്ട് ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദി ലേബർ സ്കിൽ. ആ സർപ്രൈസ് ഫൈൻഡിങ്ങിനെയാണ് ലിയോൺടിഫ് പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു കോമൺ ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
USA is blessed with more capital. പക്ഷേ ഇവിടെ പറയുന്നത് യുഎസിന്റെ എക്സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ് കൂടുതൽ? ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സ് ആണ്. ദാറ്റ് ഇസ് there is a variation in the labor skills. The advanced countries always have higher labor skills compared to the developing countries. Therefore, the advanced nations have competitive advantage in exporting products requiring higher labor skills, while the developing nations have advantage in exporting products requiring less labor skill. അതാണ് ലിയോൺഡിഫ് പാരഡോക്സ് പറയുന്നത്. ദാറ്റ് ഈസ് കോമൺ ബിലീഫിൽ നിന്നും വളരെ സർപ്രൈസിംഗ് ആയ ഒരു ഫാക്ട്. Next, we are moving on to country similarity theory. അപ്പോൾ കൺട്രി സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സിമിലാരിറ്റി നോക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ നേഷൻസ് എൻഗേജ്ഡ് ഇൻ ട്രേഡ്. എന്തിനാണ് സിമിലാരിറ്റി നോക്കുന്നത്? ഓർ ദ ട്രേഡ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദോസ് നേഷൻസ് ഹു ആർ അറ്റ് ദി സെയിം സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് ഒരേ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്. അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ കൺട്രി സിമിലാരിറ്റി ട്രേഡ് എന്ന് പറയുന്നത്. സിമിലർ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് ആൻഡ് ബിറ്റ്വീൻ ദി ഡെവലപ്ഡ്, അങ്ങനെ ഡെവലപ്പിംഗ് സ്റ്റേജിനനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിലായിരിക്കും. ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഓൺ ദി ബേസിസ് ഓഫ് ദ കൾച്ചറൽ സിമിലാരിറ്റി. ഇതിനെ ഈ ഒരു തിയോറിനെ നമ്മൾ പ്രിഫറൻസ് സിമിലാരിറ്റി തിയോറി എന്നും കൂടി പറയാം. അതായത് എപ്പോഴും നമ്മൾ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഹോം മാർക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിനെ സ്യൂട്ടബിൾ ആവുന്ന രീതിയായിരിക്കും. അപ്പൊ വൺസ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് പെർട്ടിക്കുലർ ഹോം കൺട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തത് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും ദർ ഷുഡ് ബി എ സിമിലാരിറ്റി ഇൻ ദ നേഷൻ ടു വിച്ച് വി ആർ എക്സ്പോർട്ടിങ്. അതാണ് ഈ കൺട്രി സിമിലാരിറ്റി തിയറിയിൽ പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ജപ്പാൻ എക്സ്പോർട്സ് ടൊയോട്ടോ കാർസ് ടു ജർമ്മനി, വെറാസ് ജർമ്മനി എക്സ്പോർട്സ് BMW കാർസ് ടു ജപ്പാൻ. അതായത് ജപ്പാൻ മാർക്കറ്റ്സിൽ ഒരു പ്രസ്റ്റീജ് ആൻഡ് പെർഫോമൻസ് സീക്കിംഗ് ആണ് ഓട്ടോമൊബൈൽ ബയേഴ്സ് ആയ BMW കാർസ്, while German market provides quality conscious and value oriented customers to Toyota cars. ഏകദേശം ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ഒക്കെ 40% ഓഫ് ദ വേൾഡ് ട്രേഡിൽ വരുന്നത് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദീസ് കൺട്രി സിമിലാരിറ്റി തിയറി. And this phenomenon had been put forward by Stefan Linder. In the year 1961. He is a Swedish economist. One example കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, if India and China are in the same stage of economic development, India provides a market for low-cost motorcycles produced in Japan due to the price consciousness of the lower income groups, whereas China's rich income group consumers provides a market for India's motorcycle due to the quality conscious. So this theory suggests that the intra-industry trade takes place between the nations with similar level of development.
ഒരേ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലുള്ള രാജ്യങ്ങൾ തമ്മിലായിരിക്കും ഇന്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ചെയ്യാനുള്ള പോസിബിലിറ്റി. So in a nutshell, we can classify the international trade theories into two, again in another manner, classical theories and modern theories. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത 4 തിയറി, മെർക്കന്റൈലിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഹെച്ച്ഒ തിയറി ആൻഡ് ദി ലിയോണ്ടിഫ് പാരഡോക്സ്, നമ്മൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് ഹെച്ച്ഒ തിയറിയിൽ. All this comes under the classical theory, whereas ഈ കൺട്രി സിമിലാരിറ്റി തൊട്ട് പിന്നെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന 3 തിയറീസിനെയും കൂടെ കമ്പയർ ചെയ്താൽ ഇറ്റ് ബിക്കംസ് ദി മോഡേൺ തിയറി. If you have any doubts, you can ask me.